പച്ചത്തക്കാളി കൊണ്ട് നല്ല എരിവും പുളിയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും സെർവ് ചെയ്യാം. 1/2 കിലോ പച്ചത്തക്കാളിക്ക് ഒരു വലിയ നാരങ്ങയുടെ സൈസിലുള്ള നാടൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലിട്ട ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അരമണിക്കൂർ മതി. അരമണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ പിഴിഞ്ഞ് ചാറെടുത്ത് മാറ്റി വയ്ക്കുക. ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ വേഗം തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ടും പറ്റും. ഇനി ഇവിടെ 1/2 കിലോ പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട്. എണ്ണം പറയുകയാണെങ്കിൽ 14 എണ്ണം ഉണ്ട്. അപ്പോൾ നല്ല പച്ച ആയിട്ടുള്ള തക്കാളി തന്നെ എടുക്കണം, ഒട്ടും പഴുത്ത് പോകാൻ പാടില്ല. നല്ല വിളഞ്ഞ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അരിയാമെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഞെട്ടുഭാഗം ഇതുപോലെ മുറിച്ച് മാറ്റുക. ഇതുപോലെ എടുത്ത് മാറ്റിക്കളയുക. എന്നിട്ട് ഇതിനെ രണ്ടാക്കുക. ഈ രണ്ടായ തക്കാളീൻ്റെ ഒരു പകുതി എടുത്തിട്ട് അതിനെ വീണ്ടും 3 ആക്കുക. എന്നിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുക. 1/2 കിലോ തക്കാളി മുഴുവനായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ പുളിയും കൂടി നല്ലപോലെ പിഴിഞ്ഞ് ചാറെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യേണ്ടത്, ഒരു പാൻ എടുത്ത ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂണിലും താഴെ, അത് 2 നുള്ള് ഉലുവ ഇട്ട് ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 4 വറ്റൽമുളക് 2ആയി കീറിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഇനി ഒരു മീഡിയം തീയിൽ വെച്ച ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് നേരം ഈ തക്കാളി ഈ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഈ എണ്ണയിലിട്ട് തന്നെ വഴറ്റിയെടുക്കണം. വഴറ്റിയ ശേഷം തക്കാളി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം തീയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ തക്കാളി ഒന്ന് വാടി വരുന്നുണ്ട്. വീണ്ടും അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയുടെ പച്ച നിറം മാറി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നിറം മാറണം. ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഈ എണ്ണയിൽ കിടന്ന് തന്നെയാണ് ഇത്രത്തോളം വെന്തത്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 നുള്ള് കായം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാ പൊടികളും ചേർത്ത ശേഷം ഇത് ഇനി ഒരു പച്ചമണം മാറാനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒക്കെ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഇനി 1 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത ശേഷം നല്ലപോലെ ഇളക്കി ഇതിനിയൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളം ഒന്ന് വറ്റി വരുന്ന സമയം നമുക്കൊരു ബൗളിൽ ഒരു 2 ടീസ്പൂൺ റൈസ് ഫ്ലോർ അരിപ്പൊടി എടുക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് 1 സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ ഒന്ന് കലക്കി വയ്ക്കാം. ഇത് ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. പക്ഷേ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് കറിക്ക് യാതൊരുവിധ രുചി വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാവില്ല. പച്ചരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയായിട്ട് സാധാരണ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്നില്ല, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പുളിവെള്ളം ഏകദേശം 1/2 കപ്പായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് അരിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എരിവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തീ ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്